പുല്ലാളൂർ. ഈ പേര് കേട്ടാൽ മലബാറുകാരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ചേറണിഞ്ഞ പാടത്തിലൂടെ ശരവേഗത്തിൽ കുതിച്ചുപായുന്ന കാളകളുടെയും പൂട്ടുകാരുടെയും ആവേശം നിറഞ്ഞ പുല്ലാളൂർ കാളപ്പൂട്ട് മത്സരമാണ്. കാണാപ്പുറത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോട് ജില്ലയിലെ നരിക്കുനിക്ക് സമീപമുള്ള പുല്ലാളൂരിൽ നടന്നു പോരുന്ന പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു പ്രശസ്തമായ കാർഷികോത്സവമാണ് പുല്ലാളൂർ കാളപൂട്ട്. കൊയ്ത്തു കഴിഞ്ഞ് വിശാലമായ പാടം ഉഴുതുമറിച്ച് വൃത്തിയാക്കി വെള്ളം നിറച്ച് മത്സരത്തിനായി കണ്ടം തയ്യാറാക്കുന്നു. ഈ പാടത്തിന് ചുറ്റിലുമായി ഉയരം കൂടിയ വരമ്പ് കാണികൾക്ക് മത്സരം കാണാനുള്ള ഗ്യാലറിയാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നും പ്രത്യേക പരിശീലനം ലഭിച്ച കാളകളെ വണ്ടികളിൽ കൊണ്ടുവന്ന് വളരെ സുരക്ഷിതമായി ഇറക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ആദ്യമായി കാളപൂട്ടിൽ പങ്കെടുക്കാനായി കൊണ്ടുവന്ന കാളകളെ മത്സരത്തിനായി തയ്യാറാക്കിയ കണ്ടത്തിലൂടെ നടത്തി പരിചയപ്പെടുത്തുന്നു. അവരുടെ ഭാഷയിൽ ഇത് കണ്ടം കാട്ടൽ എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് മത്സരം തുടങ്ങാറായാൽ മത്സരിക്കേണ്ട ടീമിനെ ഉച്ചഭാഷിണിയിലൂടെ പേര് വിളിക്കുന്നു. 3 തരത്തിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. മരവും കോലും, ചെരുപ്പുമുട്ടി, പിടിവള്ളി എന്നിവയാണ് ഇവ. ഈ മത്സരങ്ങൾ പല സ്ഥലങ്ങളിലും മറ്റു പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഇതിൽ മരവും കോലും, ചെരുപ്പുമുട്ടി എന്നിവയിൽ പരിശീലനം സിദ്ധിച്ച പൂട്ടുകാരൻ കയറി നിന്ന് ഓടിക്കുമ്പോൾ പിടിവള്ളി എന്നാൽ കയറിൽ പിടിച്ച് കാളകളുടെ പിറകിൽ പൂട്ടുകാരൻ ഓടുന്നതാണ്. എത്ര വർഷമായി കുട്ടിക്കാലം മുതൽ കാണുന്നുണ്ടാവും കാളപൂട്ട്? നിങ്ങളെയൊക്കെ ചെറുപ്പം മുതൽ ഇവിടെ നടക്കുന്നില്ലേ? ഏകദേശം 80 വർഷങ്ങൾക്ക് മുമ്പ് കാലിരുകണ്ടിൽ അഹമ്മദാജി അയാൾ 5 കാർഷിക വൃത്തിയായിരുന്നു അന്നുള്ളത്. ആ ഇടവേളയ്ക്ക് ഒരു കായിക വിനോദമായിട്ട് സ്വന്തം ചെലവിലുണ്ടാക്കിയ കാളപൂട്ട് കണ്ടാണ് പുല്ലാളൂർ കാളപൂട്ട്. ഇതൊരു മതസൗഹാർദ്ദം, നാട്ടിലെ ആൾക്കാരെ ഒന്നിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തുചേരുന്നത്. കാലത്ത് വേറെ ക്രിക്കറ്റിനോരൊന്നും ഇല്ലല്ലോ, ഒരു കളിയുമില്ലല്ലോ, ക്രിക്കറ്റില്ല, വോളിബോളില്ല, അങ്ങനത്തെ ഒരു കളികളും ഇല്ലല്ലോ. ഇതൊരു പ്രശസ്തമായ ആദ്യണ്ടായ പണ്ട് കാലത്തെ പുല്ലാളൂർ കാളപൂട്ട് എന്ന് പറഞ്ഞാൽ പ്രശസ്തമാണ്. ഇതിവിടെ നിൽക്കാൻ പോണ ഒരു അവസ്ഥയിലാപ്പുള്ളൂ. കാരണം മുരള് കന്നുകാലികൾ കെട്ടാൻ ആൾക്കാർക്ക് വന്ന് നിൽക്കാൻ സൗകര്യമില്ല. നടക്കുന്ന പിന്നെ ചുരുക്കം അയൽവാസികൾ വരുന്നതിനെ കൊണ്ട് മാത്രം നടക്കുക. കാളകളെ പോലെ തന്നെ പരിശീലനം സിദ്ധിച്ചവരാണ് കാളപൂട്ടലിൽ പങ്കെടുക്കുന്നവരും. ഇതിനായി ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും പേരുകേട്ട കാളപൂട്ടുകാരെ കാളകളുടെ മുതലാളിമാർ ഈ മത്സരത്തിലേക്കായി എത്തിക്കുന്നു.
ആരോട് ചോദിച്ചാലും കാളപൂട്ടിന്റെ ആരും 10 പേര് പറയുന്നത് കമ്പനിക്കാരുടെ പേരാണ്. കൊണ്ടോട്ടിക്കാരനാണ്, മലപ്പുറം കൊണ്ടോട്ടിക്കാരനാണ്. എത്ര വർഷമായി നിങ്ങൾ ഈ കാളപൂട്ട് തുടങ്ങി? 2ാം ക്ലാസ്. 2ാം ക്ലാസ് മുതൽ വാപ്പയ്ക്കൊക്കെ നിങ്ങളെ പേര്? ചന്തുക്കുട്ടി നായർ. ഇവിടെ തന്നെയാണോ വീട്? അല്ല, ചാത്തമംഗലം REC. ആടുന്ന് ഇത് കാണാനായിട്ട് വരുന്നതാണ് ആണോ? പണ്ട് മുതലേ ഈ കാളകൂട്ടിനോട് കാലത്തെ കാളകൂട്ടി കമ്പുള്ള ആൾക്കാരാണ്. ആണല്ലേ? നിങ്ങൾക്ക് ഇത് പൂട്ടിന്റെ പരിപാടി ഒന്നും ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നു, ആണോ? ആളിരുന്നൊക്കെ ഉണ്ടായിരുന്നു. പൊളിനടറുണ്ട് കയ്യില്. ആണോ? 2 കാളുണ്ട്. ആ ശരി. നമ്മളെ നാട്ടുകാരനാണ്. ഇവിടെ അപ്രതീക്ഷിതമായിട്ട് മുമ്പ് പണ്ടേ കന്നുകൂട്ടിന്റെ ആളാണ്. ഞങ്ങളെ നാട്ടിലൊക്കെ പണ്ട് കാലത്ത് കന്നു കൂട്ടുന്ന ആളാണ്. ഈ കാളപൂട്ട് മത്സരമാണ് തികച്ചും ഗ്രാമപ്രദേശമായ പുല്ലാളൂരിന് പേരും പ്രശസ്തിയും ഉണ്ടാക്കിക്കൊടുത്തത്. കണ്ടക്കാരൊക്കെ ആൾക്കാരെ ഇപ്പൊ നമുക്ക് നടത്താൻ വേണ്ടി എല്ലാവരും നല്ല സഹകരണം. ഇതാണ് പുല്ലാളൂരുള്ള പ്രതീക്ഷ കലാകായിക വേദിയുടെ ഭാരവാഹികളാണ് ഇതൊക്കെ. ഇതിൽ ശിവചേട്ടൻ ഇതൊരു സഹപ്രവർത്തകരുടെയാണ്. വേഷം ക്ഷണിച്ചിട്ടാണ് നമ്മൾ ഈ കാളപൂട്ട് കാണാൻ വന്നത്. ആ കാളപൂട്ടിനുള്ള എല്ലാ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്ന ഇവരെ ക്ലബ്ബാണ്. കൂടാതെ ഇവര് ആ കണ്ടം ശരിക്കും ഫുട്ബോളിന്റെ പുറത്താണ്. പണ്ട് മുതലേ ഇവര് കലാകായിക പരിപാടികളിൽ ബന്ധപ്പെടുന്നതുകൊണ്ട് അതിന്റെ ട്രോഫികളും പുരസ്കാരങ്ങളും ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇനിയിപ്പോൾ അടുത്തത് ഓണപരിപാടി, അങ്ങനെ ഈ പുല്ലാളൂരിന്റെ എല്ലാവിധ മേഖലയിലും എല്ലാവരെയും കൂട്ടിപ്പിടിക്കുന്ന ഒരു പരിപാടിയാണ് നിങ്ങളെ ഈ ക്ലബ്ബ് അല്ലേ? എന്തെന്നാണ് ഈ ക്ലബിനെ കുറിച്ച് നിങ്ങൾക്ക് ജാതിമത രാഷ്ട്രീയ പരിപാടികളൊന്നുമില്ല. ഈ സ്ഥലമൊക്കെ നിങ്ങൾ അങ്ങനെ ക്ലബിന് കിട്ടി? വാങ്ങി ഫുട്ബോൾ ടൂർണമെന്റ് പരിപാടികൾ സംഘടിപ്പിച്ചിട്ട് അതിന്റെ വരുമാനത്തിന് 40 വർഷത്തിന് വരെയല്ലേ? 96 കാലഘട്ടങ്ങളാണ് ഈ ക്ലബ്ബ് തുടങ്ങുന്നത്. 2000-ലാണ് ഈ സ്ഥലം ബിൽഡിംഗ് വർക്കൊക്കെ തുടങ്ങുന്നത്. 2000-ന് ശേഷമാണ്. 96-97-ലാണ് നിങ്ങൾ ഈ ഒരു ഫുട്ബോൾ സെവൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുണ്ടായ ഒരു ആശങ്കയിലാണ് ഈ ക്ലബ്ബ്. ഈ പുരോഗമന കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു പരമ്പരാഗത കാർഷികോത്സവം ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതിനായി ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും കാണാപ്പുറത്തിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു.